ഹരേ കൃഷ്ണ. ഗുരുവായൂരിന്റെ കിഴക്കേ നടയിൽ ക്ഷേത്ര ഗോപുരത്തെ നോക്കി നിൽക്കുന്നൊരു വലിയ ആൽമരമുണ്ട്. നമ്മുടെ സ്വന്തം മഞ്ജുളാൻ. പേരിന്റെ മാധുര്യത്തെക്കാൾ വലിയൊരു സമർപ്പണത്തിന്റെ സുഗന്ധം ആ തണലിലുണ്ട്. ആചാരങ്ങളെക്കാൾ വലുതാണ് അനുരാഗമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണത്. യുഗങ്ങൾക്കിപ്പുറവും ആ ആൽമര ചുവട്ടിൽ തൊഴുതു നിൽക്കുന്ന ഭക്തർ അനുഭവിക്കുന്നത് മഞ്ജുള എന്ന ആ പെൺകുട്ടിയുടെ ഹൃദയമിടിപ്പാണ്. ഭഗവാൻ ഒരു കുഞ്ഞു ഗോപികയുടെ കണ്ണുനീർ സ്വീകരിച്ച പുണ്യസന്നിധിയാണ് ആൽമരച്ചുവട്. ആചാരങ്ങളുടെ വാതിലുകൾ അവൾക്ക് മുന്നിൽ അടഞ്ഞപ്പോൾ അവളുടെ കണ്ണുനീര് ആ മരച്ചുവട്ടിൽ വീണു. കണ്ണാ, നിനക്കല്ലാതെ മറ്റാർക്കാണ് ഞാനിത് നൽകുക എന്ന് നെഞ്ചുരുകി അവൾ ചോദിച്ചപ്പോൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ മാല ആ മരക്കൊമ്പിൽ അർപ്പിച്ചപ്പോൾ അത് ഭഗവാന്റെ തിരുമാറിൽ ചാർത്തിയ മാലയായി പരിണമിച്ചു. സർവചരാചരങ്ങളുടെയും അധീശനായി വർത്തിക്കുന്ന ആ ഗുരുവായൂരപ്പന് ആ ആൽമരവും ശ്രീലകവും തമ്മിൽ വ്യത്യാസം തോന്നിയതേയില്ല. ഭക്തിയുടെ പാശത്താൽ പ്രപഞ്ചനാഥൻ ബന്ധിക്കപ്പെട്ട നിമിഷം ഇന്നും ആ ആൽമരത്തിൽ വിളക്ക് തെളിയിക്കുന്നു. അത് കേവലം ഒരു ചടങ്ങല്ല, ഓരോ ഭക്തന്റെയും ഉള്ളിലെ ആത്മസമർപ്പണത്തിന്റെ പ്രകാശമാണ്. ആ ആൽമരത്തിന്റെ തണലിൽ ഓരോ നിമിഷം നിൽക്കുമ്പോഴും ആ കാറ്റിൽ നിന്നും മഞ്ജുളയുടെ പ്രാർത്ഥനയുടെ സുഗന്ധമുണ്ട്. വിധിവിധാനങ്ങൾക്കപ്പുറം